അഭിജിത് ദീപ്കെ ആരാണ് എന്നുള്ളത് കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാപകൻ കൂടിയാണ്. ഒരു 30 വയസ്സാണ് അദ്ദേഹത്തിന് പ്രായമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുനെയിൽ ജേർണലിസ്റ്റിലൊക്കെ ബിരുദം നേടി ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിക് റിലേഷൻസിലൊക്കെ MS പൂർത്തിയാക്കിയ ഒരാൾ കൂടിയാണ്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ മേഖലയിൽ അദ്ദേഹത്തിന്റെ മുൻപരിചയം എന്ന് പറയുന്നത് 2020 മുതൽ 2023 വരെ ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ടീമിൽ വോളണ്ടിയറായി പ്രവർത്തിച്ച ഒരാളാണ് എന്നുകൂടിയാണ്. കാരണം 2020 ഡൽഹി തെരഞ്ഞെടുപ്പുകൾ ഈ മീമുകളും ഡിജിറ്റൽ ക്യാമ്പയിനും ഒക്കെ വഴി യുവാക്കളെ ആകർഷിച്ചതായുള്ള അതിലൊക്കെ പങ്കാളിയായിരുന്നു. പിന്നീട് 2023 പഠനത്തിനായി അമേരിക്കയിലേക്ക് ദീപ്കെ പോകുന്നത്. പിന്നീട് ഇക്കഴിഞ്ഞ മെയ് 16 CJP എന്നുള്ള ഒരു വലിയ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ ഒരു പാർട്ടിയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയും ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായി അഭിജിത് ദീപ്കെ എത്തുന്നത്. റഷീദിലേക്കാണ്. റഷീദ്, അപ്പോൾ അല്പസമയത്തിനകം തന്നെ അഭിജിത് ദീപ്കെ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. ഇന്ത്യയിൽ ഒരുപക്ഷെ ഇത്തരത്തിലൊരു ഫോർമേഷൻ അത് ഉണ്ടാകുമോ എന്നുള്ള സംശയങ്ങൾ പലരും പ്രകടിപ്പിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വഴി ആളുകളെ സംഘടിപ്പിക്കുക, ഇപ്പോൾ നിലവിലുള്ള മുഖ്യധാര പാർട്ടികളെക്കാൾ അധികം ഫോളോവേഴ്സിന് ലഭിക്കുക തുടങ്ങിയതൊക്കെ കുറച്ചധികം വിചിത്രമാണ്. പക്ഷെ നിലവിലെ ഒരു സോഷ്യൽ മീഡിയ സാഹചര്യത്തിൽ അതിനെ അങ്ങനെയും കാണേണ്ടതില്ല. അപ്പോൾ ഈ ഒരു പാർട്ടി അല്ലെങ്കിൽ ഈ നിലവിൽ ഒരു മുന്നേറ്റം, ഇതിൻ്റെ ഒരു ഭാവി എന്താകും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെ ഡിബേറ്റുകൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാവി അത് ഇന്ന് നോക്കുകയാണെങ്കിൽ പ്രതിഷേധത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. സമാധാനപരമായ ഒരു പ്രതിഷേധത്തിനാണ് ലക്ഷ്യമിടുന്നത് എന്നുകൂടി വരുന്നുണ്ട്. ഈ അഭിജിത്ത് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. റഷീദ്, അങ്ങനെയാണെങ്കിൽ ഒരു സമാധാനപരമായ ഒരു പ്രതിഷേധം തന്നെ നമുക്കിന്ന് അവിടെ പ്രതീക്ഷിക്കാം. തീർച്ചയായും അത്തരത്തിലുള്ളൊരു പ്രതിഷേധം തന്നെയാണ് ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം സമാധാന അന്തരീക്ഷത്തിലുള്ള പ്രതിഷേധമായിരിക്കണം നടത്തേണ്ടത് എന്നുള്ളത് CJPയുടെ വക്താക്കൾ തന്നെ, അതായത് അഭിജിത് ദീപ്കെ തന്നെ നേരിട്ട് ഈ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുകയും അത്തരത്തിലുള്ള ഒരു ആഹ്വാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അക്രമാസക്തമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം വരികയാണെങ്കിൽ അതിനെ കൃത്യമായി നേരിടാൻ ഡൽഹി പോലീസും കേന്ദ്രസേനയും തയ്യാറായി നിൽക്കുകയാണ്. ജന്തർ മന്ദിറിൽ അഭിജിത് ദീപ്കെ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. രാജ്യ തലസ്ഥാനം കാത്തിരുന്ന നിമിഷങ്ങളിലേക്കാണ് കടക്കുന്നത്. ഇപ്പോൾ അഭിജിത് ദീപ്കെ പുറത്തേക്ക് വരികയാണ്. രാജ്യം കാത്തിരുന്ന ആ നിമിഷത്തിലേക്കാണ് അഭിജിത് ദീപ്കെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് കൂടി കറുത്ത ഡ്രസ് BR അംബേദ്കറുടെ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. BR അംബേദ്കറുടെ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിജിത് ദീപ്കെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വലയത്തിലാണ് ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളുമായിട്ട് സംവദിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ഉണ്ടാകില്ല. നേരെ ജന്തർ മന്ദിറിലേക്കായിരിക്കും അദ്ദേഹം പോവുക. അതിനുശേഷമായിരിക്കും ഈ പ്രതിഷേധത്തിനുള്ള ആഹ്വാനം ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുക. അദ്ദേഹത്തെ വലിയ സുരക്ഷയോടുകൂടി ദൃശ്യങ്ങളിൽ കൃത്യമാവുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വലിയ സുരക്ഷയോടുകൂടി ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ഉന്നത നേതാക്കൾ, ഡൽഹി പോലീസിന്റെ ഉന്നത നേതാക്കൾ, അതോടൊപ്പം തന്നെ കേന്ദ്രസേന CISF BSF തുടങ്ങിയിട്ടുള്ള കേന്ദ്രസേന കൂടി സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് അഭിജിത് ദീപ്കെ ഇപ്പോൾ ഇവിടെ നിന്നും പുറത്തേക്ക് പോകിയിരിക്കുന്നത്. എന്തായാലും ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. 1 മണിക്കൂറിൽ അധികം തന്നെ അദ്ദേഹം ഈ ഡൽഹിയിലെ ജന്തർ മന്ദിറിലേക്ക് എത്തുകയും ഈ പ്രതിഷേധത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യും. അദ്ദേഹത്തെ കാത്ത് അദ്ദേഹത്തിന്റെ അനുയായികൾ, അതായത് ആയിരക്കണക്കിന് അനുയായികൾ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേക വാഹനത്തിൽ വലിയ വാഹന വ്യൂഹം തന്നെ അദ്ദേഹത്തിന് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹി പോലീസിന്റെ സുരക്ഷയോടുകൂടി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ജന്തർ മന്ദിറിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. രാജ്യ തലസ്ഥാനം കാണാൻ പോകുന്ന ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിൽ ഒന്നായി ഇത് മാറുമെന്നുള്ള തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മണിക്കൂറുകൾ കാത്തുനിന്ന ഒരു ചർച്ചയ്ക്കൊടുവിലാണ്, അനുനയ ശ്രമത്തിനൊടുവിലാണ് ഇത്തരത്തിൽ അഭിജിത് ദീപ്കെ ഇപ്പോൾ രാജ്യ തലസ്ഥാനത്തേക്ക് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തിയിരിക്കുന്നത്. വലിയ സന്നാഹം ഇതിനോടകം തന്നെ ഡൽഹി പോലീസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. 10,000-ഓളം പോലീസുകളെയാണ് രാജ്യ തലസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ഈ സുരക്ഷയുടെ ഭാഗമായി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ സജ്ജീകരണങ്ങളും ഇതിനോടകം തന്നെ ഡൽഹി പോലീസ് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായാലും അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്. രാജ്യ തലസ്ഥാനത്ത്, അതായത് വിമാനത്താവളത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ചർച്ചകൾ നടത്തുകയും അത്തരത്തിലുള്ള അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. രാജ്യ തലസ്ഥാനത്ത് എത്തിയതിനു ശേഷം ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധത്തിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഡൽഹി പോലീസ് മുന്നിൽ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അഭിഭാഷകരും അതോടൊപ്പം തന്നെ ഡൽഹിയിലെ ഉന്നത ഉദ്യോഗസ്ഥരും നേരിട്ട് വിമാനത്താവളത്തിലേക്ക് എത്തുകയും അദ്ദേഹവുമായി ചർച്ച നടത്തുകയും ചെയ്തു.
ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ചർച്ചയ്ക്കൊടുവിൽ അദ്ദേഹത്തിന് അനുമതി നൽകിയിരിക്കുകയാണ്. ഇനി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന പ്രധാനപ്പെട്ട ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാറ്റകൾ ഇന്ന് രാജ്യ തലസ്ഥാനത്ത് പാറി പറക്കുമെന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇതിനോടകം തന്നെ ജന്തർ മന്ദിറിലും പോലീസ് സ്റ്റേഷന് സമീപവും നിരവധി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിഷേധത്തിന് അനുമതി ലഭിക്കുന്നതിന് മുമ്പ് എത്തിച്ചേർന്നിട്ടുള്ള നിരവധി ആളുകളെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടി ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇനി ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷാവസ്ഥ അടക്കമുണ്ടാവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള നടപടി അബ്ജദ് ദീപ്തിക്കെതിരെ എടുക്കുമെന്നുള്ളതാണ് ഡൽഹി പോലീസ് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. ഏതെങ്കിലും തരത്തിൽ അക്രമാസക്തമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല റഷീദ്, അപ്പോൾ ഒരു വലിയ ആൾക്കൂട്ടം അതൊരു വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഒത്തുചേർന്ന ആൾക്കൂട്ടം അവരൊരു വലിയ ഒരു സാമൂഹിക കോസിന് വേണ്ടിയിട്ട് ഒത്തുചേരുന്നതാണ് ഇപ്പോൾ കാണുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രതിഷേധാഹ്വാനം ഏറ്റെടുത്ത ആയിരക്കണക്കിന് യുവാക്കൾ രാജ്യ തലസ്ഥാനത്തേക്ക് എത്തുന്നു. അവരുടെ നേതാവ് അഭിജിത് ദീപ്കയും അല്പസമയം മുമ്പ് അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ രാജ്യം കണ്ട ഒരു വലിയ പ്രക്ഷോഭത്തിലേക്കാണോ ഇത് വഴിമാറുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. രാജ്യ തലസ്ഥാനത്ത് ഇന്ന് പാറ്റകളുടെ പ്രതിഷേധമാണ് അല്പസമയത്തിനകം നമ്മൾ കാണാനിരിക്കുന്നത്.